30,000-ലധികം പേർ സന്ദർശകരായെത്തുന്ന മൊണാലിസ ഉൾപ്പെടെയുള്ള ലോകത്തിലെ തന്നെ മികച്ച കലാസൃഷ്ടികളും പൗരാണിക വിസ്മയങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ഒരു മ്യൂസിയത്തിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വെറും 4 മിനിറ്റ് കൊണ്ട് ഒരു കവർച്ച നടന്നിരിക്കുന്നത്. പാരീസിന്റെ മുഖമുദ്രയായ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന നെപ്പോളിയൻ ചക്രവർത്തിമാരുടെയും അവരുടെ പത്നിമാരുടേതും ഉൾപ്പെടെയുള്ള അമൂല്യമായ ഫ്രഞ്ച് രാജകീയ രത്നാഭരണങ്ങളാണ് മോഷണം പോയത്. പട്ടാപ്പകൽ മ്യൂസിയത്തിന്റെ ബാൽക്കണിയിലേക്ക് റോഡിൽ നിന്നും യന്ത്രഗോവണികൾ സ്ഥാപിച്ചാണ് മോഷ്ടാക്കൾ മ്യൂസിയത്തിലെ അപ്പോളോ ഗ്യാലറിയിൽ പ്രവേശിച്ചത്. ഗ്യാലറിയിൽ പ്രദർശനത്തിലുണ്ടായിരുന്ന 23 രത്നാഭരണങ്ങളിൽ 9 എണ്ണം മോഷ്ടാക്കൾ കൈക്കലാക്കി. ഇതിലൊരെണ്ണം മോഷ്ടാക്കൾ ഓടിപ്പോകുന്നതിനിടയിൽ മ്യൂസിയത്തിന് പുറത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ലൂവ്ർ മ്യൂസിയത്തിൽ സംഭവിച്ചത്? മോഷണം പോയ വസ്തുക്കളുടെ മൂല്യം എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഞായറാഴ്ച പ്രാദേശിക സമയം 9:30-ഓടെയാണ് മോഷ്ടാക്കൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചത്. അവർ 4 പേരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കേവലം 4 മിനിറ്റ് മാത്രമാണ് മോഷ്ടാക്കൾ കവർച്ചയ്ക്ക് വേണ്ടിയെടുത്തത്. മ്യൂസിയത്തിന്റെ തെക്കുകിഴക്കൻ വശത്ത് ട്രക്കറിലുള്ള ഒരു യന്ത്രഗോവണി സ്ഥാപിച്ച് അതിലൂടെയാണ് മ്യൂസിയത്തിലേക്ക് കടന്നത്. യന്ത്രഗോവണി വഴി മ്യൂസിയത്തിലെ അപ്പോളോ ഗ്യാലറിയിലെ ബാൽക്കണിയിലേക്ക് പ്രവേശിച്ച മോഷ്ടാക്കൾ ഇവിടെ ഉണ്ടായിരുന്ന ജനലുകൾ യന്ത്ര കട്ടറുകൾ ഉപയോഗിച്ച് തകർത്തു. പിന്നീടാണ് അകത്തു കടക്കുന്നത്. ശേഷം ചില്ലുകൂടുകളിൽ സൂക്ഷിച്ചിരുന്ന രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും കിരീടവും കൈക്കലാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗ്യാലറിയിൽ സന്ദർശകരുണ്ടായിരുന്നെങ്കിലും മിനിറ്റുകൾക്കകം തന്നെ ലക്ഷ്യം നിറവേറ്റി മോഷ്ടാക്കൾക്ക് ഗ്യാലറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചു. മ്യൂസിയത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ തന്നെ അവിടെ ട്രക്കറിലുള്ള യന്ത്രഗോവണി സ്ഥാപിച്ചപ്പോൾ ആർക്കും തന്നെ സംശയം തോന്നിയില്ല. ഗോവണി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും അധികൃതരും കരുതി. ഈ ഗോവണി നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ മോഷ്ടാക്കൾ സ്ഥാപിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഫ്രാൻസിൽ ബഹുനില കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും കെട്ടിടങ്ങളുടെ മുകളിലേക്ക് ഫർണിച്ചറുകളും മറ്റും പുറത്തുനിന്ന് കയറ്റുന്നതിനും സാധാരണയായി ഇത്തരം ഗോവണികൾ ഉപയോഗിക്കാറുണ്ട്. 2 സ്കൂട്ടറുകളിലായാണ് മോഷ്ടാക്കൾ എത്തിയത്. 2 പേർ കട്ടറുകളുമായി മുകളിൽ കയറുകയും ആഭരണങ്ങൾ മോഷ്ടിച്ച് താഴെ എത്തുകയും ചെയ്തു. ഈ സമയത്ത് 2 പേർ സ്കൂട്ടറുകളിൽ താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുമായി 2 പേർ താഴെ എത്തിയ ഉടൻ ഇവർ ഇവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃക്സാക്ഷികളുടെയും വാക്കുകൾ പ്രകാരം കേവലം 4 മിനിറ്റ് മാത്രമാണ് ഈ ഓപ്പറേഷന് വേണ്ടി മോഷ്ടാക്കൾ ചെലവഴിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന തൊഴിലാളികളുടെ വസ്ത്രം ധരിച്ചാണ് ഇവർ അകത്ത് പ്രവേശിച്ചതെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മോഷണത്തിന് പിന്നാലെ മ്യൂസിയം അടച്ചിട്ടു. സന്ദർശകരെ മുഴുവൻ ഒഴിപ്പിക്കുകയും ഗേറ്റുകൾ അടച്ചു പൂട്ടുകയും ചെയ്തു. മ്യൂസിയത്തിന്റെ പരിസരം പൂർണ്ണമായും ഒഴിപ്പിക്കുകയും സമീപത്തെ തെരുവുകളിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അതേസമയം മോഷ്ടാക്കൾ ഇപ്പോഴും ഒളിവിലാണ്. ആരാണ് മോഷണത്തിന് പിന്നിലെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മോഷണ ശ്രമത്തിനിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകളില്ല. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പനുസരിച്ച് ഫ്രഞ്ച് ചക്രവർത്തിമാരായിരുന്ന നെപ്പോളിയൻ 1-ന്റെയും 3-ന്റെയും ഭാര്യമാരുടെ ആഭരണങ്ങളാണ് മ്യൂസിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നെപ്പോളിയൻ 1-ന്റെ ഭാര്യ മേരി ലൂയിസിന്റെ ആഭരണ സെറ്റിൽ നിന്നുള്ള കിരീടം, രത്നങ്ങൾ പതിച്ചിട്ടുള്ള മാല, രത്നങ്ങൾ പതിച്ച കമ്മലുകൾ, മരതകങ്ങൾ പതിച്ച മാല, മരതക കമ്മലുകളുടെ ഒരു ജോഡി, നെപ്പോളിയൻ 3-ന്റെ ഭാര്യ യൂജനി ചക്രവർത്തിനിയുടെ കിരീടം, രത്നങ്ങൾ പതിച്ച വലിയൊരു ബ്രൂച്ച് എന്നിവയാണ് മ്യൂസിയത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ യൂജനി ചക്രവർത്തിനിയുടെ കിരീടം മ്യൂസിയത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് മോഷ്ടാക്കൾ ഉപേക്ഷിച്ചതാകാമെന്നും അതല്ല ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ താഴെ വീണതാകാമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതെന്ത് തന്നെ ആയാലും കിരീടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കിരീടത്തിൽ മാത്രം 1354 രത്നങ്ങളും 56 മരതകങ്ങളുമാണ് പതിച്ചിട്ടുള്ളത്. സ്റ്റീലിംഗ് റെംബ്രാൻഡ്സ് ദി അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് നൊട്ടോറിയസ് ആർട്ട് ഈസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഇത്തരം കലാവസ്തുക്കൾ മോഷണം നടത്തുന്നവരെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുന്ന ആന്റണി അമോറിന്റെ വാക്കുകൾ പ്രകാരം മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ ഡോളർ മൂല്യത്തെക്കാൾ വലുതാണ് അവയുടെ പൈതൃക മൂല്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്രങ്ങളിൽ ചിത്രം വരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് ഇത് നിലവിലുള്ള രൂപത്തിൽ വിൽക്കാൻ സാധിക്കില്ലെന്നും രൂപമാറ്റം വരുത്തിയോ ചെറിയ കഷ്ണങ്ങളാക്കിയോ മാത്രമേ ഇവയുടെ വിൽപ്പന സാധിക്കുകയുള്ളൂ എന്നും ആന്റണി അമോർ പറയുന്നു. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ വിപണി മൂല്യത്തെക്കാൾ വലുതാണ് അവയുടെ പൈതൃക മൂല്യമെന്ന് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയം പറയുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ മൂല്യം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ എന്ന് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയേറെ മൂല്യമുള്ള കലാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് പാരീസിലെ ലൂവ്ർ മ്യൂസിയം. ഇവിടുത്തെ മോഷണങ്ങൾക്ക് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ചരിത്രവുമുണ്ട്. 1911 ഡാവിഞ്ചിയുടെ ലോക പ്രശസ്ത സൃഷ്ടിയായ മൊണാലിസ മോഷണം പോയതോടെയാണ് ലൂവ്റിലെ മോഷണങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. മ്യൂസിയത്തിലെ ജീവനക്കാരിൽ ഒരാൾ തന്നെയാണ് അന്ന് ചിത്രം മോഷ്ടിച്ചത്. ചിത്രം സൂക്ഷിച്ച മുറിക്കകത്ത് പ്രവേശിച്ച് കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചാണ് അന്ന് ഇയാൾ മോഷണം നടത്തിയത്. പിന്നീട് 2 വർഷത്തിന് ശേഷം ഫ്ലോറൻസിൽ നിന്നാണ് ചിത്രം കണ്ടെത്തിയത്.
വാസ്തവത്തിൽ ഈ മോഷണത്തിന് ശേഷമാണ് മൊണാലിസ ഇത്ര പ്രശസ്തമായത് എന്നും ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഇതുകൂടാതെ നവോത്ഥാന കാലഘട്ടത്തിലെ 2 പടച്ചട്ടകളും ലൂവറിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. 1983 മോഷണം പോയ ഇവ പിന്നീട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. 1956 വീണ്ടും മൊണാലിസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്ന് മൊണാലിസ ചിത്രത്തിന് നേരെ ഒരു സന്ദർശകൻ കല്ലെറിയുകയും ചിത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചിത്രം ബുള്ളറ്റ് പ്രൂഫ് ക്യാബിനിലേക്ക് മാറ്റിയത്. ലോകത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളും സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇവിടങ്ങളിലുള്ള വസ്തുക്കളുടെ വിപണി മൂല്യത്തേക്കാൾ പ്രധാനമാണ് അവയുടെ ചരിത്രപരവും പൈതൃകപരവുമായ മൂല്യം. അതിനാൽ തന്നെ അവയ്ക്ക് വലിയ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. എന്നാൽ ഫ്രാൻസിലെ മ്യൂസിയങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് പതിറ്റാണ്ടുകളായി തന്നെ വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ലൂവറിലുണ്ടായ മോഷണം. ലൂവറിൽ കാഴ്ചക്കാരുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതും സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതുമെല്ലാം സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 2024 മാത്രം 87 ലക്ഷം പേർ ലൂവർ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കേവലം 2000 ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. ഇതിൽ തന്നെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസവും ഫ്രാൻസിലെ 2 മ്യൂസിയങ്ങളിൽ കവർച്ച നടന്നിരുന്നു. പാരീസിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്ന് 6 ലക്ഷം യൂറോയുടെ സ്വർണവും ലിമോഷിലെ പോർസലൻ മ്യൂസിയത്തിൽ നിന്ന് 65 ലക്ഷം യൂറോയുടെ വസ്തുക്കളുമാണ് കഴിഞ്ഞ മാസം മോഷണം പോയത്.